വോട്ട് ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണവുമായി ബിജെപി പ്രവർത്തകർ. ചോദ്യങ്ങളോട് മൗനം തുടർന്ന സുരേഷ് ഗോപി. മാധ്യമങ്ങൾക്ക് നന്ദിയെന്ന പരിഹാസം. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നാടകമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ക്രമക്കേട് തെളിയിക്കാൻ വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ. മലപ്പുറത്ത് പ്രവാസിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. തട്ടിക്കൊണ്ടുപോയത് പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെ. ഇന്നോവ കാറിലെത്തിയ സംഘം ഷമീറിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ വിദേശത്തെ സാമ്പത്തിക ഇടപാടുകളെന്ന സംശയം. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിയുടെ മരണത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. ആൺസുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. നിരീക്ഷണത്തിലുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പത്രിക തള്ളിയതിനെതിരായ സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ ഇന്ന് വിധി. വിധി പറയുന്നത് എറണാകുളം സബ് കോടതി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നാളെ. ഫിലിം ചേംബറിന്റെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ. സജി നന്ദ്യാട്ടിന്റെ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായേക്കും. തിരുവാതർക്കങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കും. 26-ന് നടക്കുന്ന UN പൊതുസഭയിൽ സംസാരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അധിക തീരുവയും സ്വതന്ത്ര വ്യാപാര കരാറും ചർച്ചയാകും. സന്ദർശനത്തോടെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ വിദേശകാര്യ മന്ത്രാലയം.